ഹലോ, എല്ലാവർക്കും സുന്ദരനും സുന്ദരികളും ആയി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അപ്പോൾ ഇവിടെ ഡെന്റൽ ഫീൽഡിനകത്ത് പല്ല് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന സാധാരണ നിങ്ങൾ കേട്ടിരിക്കുന്ന രണ്ട് ടെർമിനോളജിയാണ്. ഒന്ന് സ്മൈൽ ഡിസൈനിങ്, അതല്ലെങ്കിൽ കോസ്മെറ്റിക്. ഈ രണ്ട് ടെർമിനോളജി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് സ്മൈൽ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്ന ടോപ്പിക്സിന്റെ അടിസ്ഥാനം എന്താണ്? എന്തിനാണ് അത് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ഇത് ബ്യൂട്ടിഫുൾ ലേഡീസ് ആൻഡ് ഹാൻസം മെയിൽസ് അവരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഹാർമണി ആൻഡ് ഫങ്ഷൻ. നമ്മുടെ വായിലുള്ള മസിൽസിനും വായിലുള്ള സ്ട്രക്ചേഴ്സിനും സൗഹാർദ്ദപൂർണമായിരിക്കണം. മാത്രമല്ല അത് നമ്മൾ ഉപയോഗിക്കുന്ന സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും നമ്മുടെ ഫങ്ഷന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം. എഗെയിൻ രണ്ട് ടെർമിനോളജി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതേ ഫീൽഡിനോട് ബന്ധപ്പെട്ട്. അതൊന്നാണ് പൊസിഷൻ. എന്താണ് പൊസിഷൻ? പല്ലിന്റെ പൊസിഷൻ നിർണ്ണയിക്കുന്നത് നമ്മുടെ ജോയിന്റ് ആണ്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ ഫസ്റ്റ് റിംഗ് ആണ്. രണ്ടാമത്തത് കോണ്ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പല്ലിൻ്റെതായ രൂപമാണ്. ഒരു പല്ലിന്റെ രൂപം നിർണ്ണയിക്കുന്നത് ഒരാളുടെ ഫേസിന്റെ രൂപമാണ്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഒരാളുടെ ഫേസിന്റെ രൂപമായിരിക്കണം, അതിനോട് മിമിക് ചെയ്തിട്ടായിരിക്കണം ഒരാളുടെ പല്ല് രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പോ ഇവിടെ ഞാൻ പറയാറുണ്ടല്ലോ, ഫസ്റ്റ് റിംഗ്, സെക്കൻഡ് റിംഗ്, തേർഡ് റിംഗ് ആൻഡ് ഫോർത്ത് റിംഗ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഫസ്റ്റ് റിംഗ്? ഫസ്റ്റ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജോയിന്റ് ആണ്. രണ്ടാമത്തെ റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മസിലാണ്. മൂന്നാമത്തെ റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകൾ തമ്മിലുള്ള ജോയിന്റ്, ഒക്ലൂഷൻ ഞങ്ങൾ പറയും, ഇന്റർപോക്സ് കോണ്ടാക്ട്സ്. നാലാമത്തെ റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നത്തെ പല്ല് തമ്മിലുള്ള ജോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ സ്മൈൽ ഡിസൈനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ഈ 4 റിംഗ്സിൽ ഏതാണ്? ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് റിംഗ്. എന്താണ്? ഫങ്ഷണൽ സ്മൈൽ ഡിസൈനിങ് ആൾവേസ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് റിംഗ്. ജോയിന്റ് ആണ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഡിസൈനിങ്. ഒരു വീടിന്റെ സ്ട്രക്ചർ നിർണ്ണയിക്കുന്നതിന്റെ മുമ്പ് ആ സ്ട്രക്ചറിന് ആവശ്യമായ എന്തുണ്ട്? ബേസ്മെന്റ്, തറ പാകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ ജോയിന്റിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കൺസ്ട്രക്ഷനും നമ്മളെ ബിൽഡിംഗ് പോലെ തന്നെ ദാറ്റ് വിൽ ബി വേസ്റ്റ്. അതുകൊണ്ട് ഫസ്റ്റ് റിംഗ് കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തത് നമ്മൾ മസിൽസോ ടൂത്ത് കോണ്ടാക്റ്റോ അല്ല, ആന്റീരിയർ ഗൈഡൻസ്, മുന്നിലെ പല്ലുകൾ തമ്മിലെ കോണ്ടാക്റ്റ് ആണ്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഓൾറെഡി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത പല്ല് പൊട്ടിപ്പോവാൻ പാടില്ല. അപ്പൊ ഇറ്റ് വിൽ ബി ബൈറ്റ് ഫ്രീ. ഇറ്റ് വിൽ ബി ഹാർമണി വിത്ത് ഫസ്റ്റ് റിംഗ്. ഇത് ഫോർത്ത് റിംഗ് ആണ്. ഇനി ഇവിടെ ഈ ഹാർമണി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അഫക്റ്റ് അവർ മസ്കുലേച്ചർ. എങ്ങനെ മസിൽസിനെ ബാധിക്കും? പുറകിലെ പല്ലിന്റെ കോണ്ടാക്ട് കൂടുതൽ വരുമ്പോൾ അതിൽ മസ്കുലർ ടെൻഷൻ, ചെസ്റ്റ് പെയിൻ, ഷോൾഡർ പെയിൻ, ഡെന്റൽ പെയിൻ, ഇയർ പെയിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമുക്ക് നോക്കിയാൽ കാണില്ല. പല കാര്യങ്ങളും ഈ മസ്കുലർ ഇൻബാലൻസ് കൊണ്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ തേർഡ് റിംഗ് പരിഗണിക്കണം. ഈ തേർഡ് റിംഗ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് മസ്കുലേച്ചർ. ആ മസിൽസിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ടൂത്ത് വോൺ ആണ്. പല്ല് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ പല്ലിന് തേയ്മാനം വരും. ഇൻ കേസ് പല്ല് അത്രമാത്രം സ്ട്രോങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് നമ്മുടെ ആദ്യത്തെ റിങ്ങിനെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും. ആദ്യത്തെ
ഈ ജോയിന്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും, ജോയിന്റ് മാറും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളെല്ലാം ടഗ് ഓഫ് വാർ കണ്ടിട്ടുണ്ടാവും, വടം വലി. ഒരു വടം വലിയുടെ ഒരറ്റത്ത് മസിലും ഒരറ്റത്ത് ബോണും ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കും മസിൽസ് അല്ല, ബോൺ ആയിരിക്കും വിൻ ചെയ്യുന്നത്, വിജയിക്കുന്നത്. ഒരു മൽപിടുത്തത്തിന്റെ, ഒരു ടഗ് ഓഫ് വാറിന്റെ, ഒരു വടം വലിയുടെ ഒരറ്റത്ത് മസിൽസും ഒരറ്റത്ത് ബോണും ആണെങ്കിൽ വിജയിക്കുന്നത് മസിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ല് പൊട്ടിച്ച് കളഞ്ഞിട്ടാണെങ്കിലും ശരി, ഈ മസിൽസ് ഒറിജിനൽ പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, മസ്കുലേച്ചറിന്റെ ഫോഴ്സ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒന്നെങ്കിൽ ജോയിന്റിനെ മാറ്റും, അതല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ മസിൽസിന് ഹാപ്പി, ഫിസിയോളജിക് ഒക്ലൂഷൻ നിങ്ങളല്ലേ, ഏത് രൂപത്തിലാണോ ഹാപ്പി ആ രൂപത്തിലോട്ട് പല്ലിന്റെ പൊസിഷനെ മാറ്റും. അത് നമ്മൾ അൾട്ടിമേറ്റ്ലി ഇയർ പെയിനും അതേപോലെ നമുക്ക് ഹെഡ് ഏക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഫോർത്ത് റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഉണ്ടാകുന്ന ടോട്ടൽ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയാണത്? അപ് ടു 7 കിലോഗ്രാം. 7 കിലോഗ്രാം നമ്മളെ കൈ കൊണ്ട് പോക്കാൻ കഴിയില്ല. ഒരു കൈ കൊണ്ട് അത്ര അധികം നമ്മൾ കടിക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരും, നിങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ അത് നമുക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും കൈകൊണ്ട് കിട്ടാത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പല്ല് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ബ്രെയിനിൽ ഓൾറെഡി ഫീഡ് ചെയ്തേക്കാണ്, എടോ നിന്റെ കൈ കൊണ്ട് സാധിക്കാത്തത് നിന്റെ പല്ല് കൊണ്ട് കടിച്ചെടുക്കാൻ സാധിക്കും. ഇറ്റ് വിൽ ബി മോർ പവർഫുൾ. അപ്പൊ 7 കിലോഗ്രാം ഫോഴ്സ് ആണ്. അപ്പൊ ആന്റീരിയർ ഗൈഡൻസ് കറക്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്മൈൽ ഡിസൈനിങ് കൊണ്ടെല്ലാം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇവിടെ നിങ്ങൾ ഈ ഒരു ഡയഗ്രത്തിലോട്ടോട്ട് നോക്കും. എന്താണ് ഈ കാണുന്നത്? നമുക്ക് ആ പേഷ്യന്റിന്റെ മുഖം അറിയില്ല, ആ പേഷ്യൻസിന്റെ മുഖത്തിന്റെ നീളം എത്രയാണ് നമുക്കറിയില്ല. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ലേഡി പേഷ്യൻസിന്റെ ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. ആ പേഷ്യൻസിന്റെ പൊതുവെ ഈ പേഷ്യൻസ് ലോങ് ഫേസ് ആവാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ദ ടൂത്ത് വിൽ ബി ലോങ്. ടൂത്ത് ലോങ് ആവുമ്പോൾ അതിന്റെ ഫേസിന്റെ രൂപവും ലോങ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഒരാളുടെ ചിരിയുടെ ഭംഗി നിർണ്ണയിക്കുന്നത് ഒന്ന് പല്ലിന്റെ ഷേപ്പും, രണ്ടാമത്തത് നമ്മുടെ കോമ്പല്ലിന്റെ കെനൈൻ എന്ന് പറയുന്നത് ആ കെനൈനിന്റെ ആംഗുലേഷനാണ്. ഈ കെനൈനിനകത്തുള്ള 2 ലൈൻ കഴിച്ചു കഴിഞ്ഞാൽ ഹിയർ ഈസ് ദ, ഈ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഒരു പോയിന്റ് കണ്ട, ഒരു ട്രയാങ്കുലർ സ്പേസ്. ഈ ട്രയാങ്കുലർ സ്പേസ് എത്രമാത്രം കുറയുന്നോ അത്രമാത്രം ആളുകൾ ഭംഗിയുള്ളതായി മാറും. വീണ്ടും പറയുന്നു, ഈ ട്രയാങ്കുലർ സ്പേസ്, അതായത് ഈ കനൈൻ്റെ ലൈൻ്റെ ഇപ്പുറത്തുള്ള സ്പേസ് എത്രമാത്രം കുറയുന്നോ അത്രമാത്രം പേഷ്യന്റ് ഭംഗിയുള്ളതായി മാറും. ആരിൽ? നീളം കൂടിയ മുഖമുള്ള ആളുകളിൽ. അതല്ല, വീതി കൂടിയ മുഖത്താണെങ്കിൽ ഇറ്റ് വിൽ ബി റിട്ടേൺ, നേരെ തിരിഞ്ഞു വരും അത്. അപ്പോൾ കെനൈനിന്റെ പൊസിഷനാണ് ഒരാളെ ഭംഗി നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചില കേസുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഈ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്തോട്ട് വന്നു. ഈ പേഷ്യൻസ് മോർ ദാൻ 30 ഇയേഴ്സ്, 30 വയസ്സിന്റെ മുകളിലായതുകൊണ്ട് തന്നെ ഇത് അപ്ലയൻസ് ഇട്ട് കറക്ഷൻ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ഇവരുടെ മസ്കുലേച്ചർ ഫോഴ്സ്, മസ്കുലേച്ചർ ഫോഴ്സ് ഇംപ്രോപ്പർ ആണ്. അപ്പൊ ഈ പൊസിഷൻ, ടൂത്ത് പൊസിഷൻ നിർണ്ണയിക്കുന്നത് 0 ലൈനിലാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ലിപ്പിന്റെ ഫോഴ്സും ടങ്ങിന്റെ ഫോഴ്സും ഈക്വലൈസ് ചെയ്യുന്ന ന്യൂട്രൽ സോണിലാണ് നമ്മളെ പല്ല് ദൈവം തമ്പുരാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ വയലേറ്റ് ചെയ്യാതെ ഈ 2 പല്ലിന്റെ ഷേപ്പ് മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പല്ല് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പല്ല് കറക്റ്റ് ചെയ്ത ചിത്രം ഒന്ന് നോക്കൂ. അറിയാൻ സാധിക്കുന്നുണ്ടോ ഇത്? ഒരിക്കലുമില്ല. ഒരാൾക്കും അറിയാൻ സാധിക്കാത്ത രൂപത്തിൽ എന്തായി
ആ പല്ലിന്റെ ഒറിജിനൽ ഷേപ്പ് നമ്മൾ ഫോം ചെയ്തു. അപ്പൊ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്മൈൽ ഡിസൈനിങ്. അപ്പൊ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പല്ലിന്റെ ഷേപ്പും പല്ലിന്റെ കോണ്ടൂറും അവരുടെ ഫേസിനനുസരിച്ച് അവരുടെ കനൈനിന്റെ അവരുടെ കോമ്പല്ലിന്റെ ആംഗുലേഷൻ അനുസരിച്ച് ഇതിന്റെ സൈഡിലുള്ള ട്രയാങ്കുലർ സ്പേസിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് മോൾഡ് ചെയ്യുന്ന പ്രക്രിയക്കാണ് ഇത് പറയുന്നത്. ഇനി മറ്റൊരു കേസ് ശ്രദ്ധിക്കൂ. ഇപ്പൊ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം പല്ലിന്റെ വീതി ഒരല്പം നമ്മൾ കറക്ഷൻ ചെയ്തപ്പോൾ കൂടിയോ എന്ന് നമുക്ക് ഒരു സംശയം. പക്ഷെ ഇവിടെ നോക്കൂ, ഈ പല്ലിന്റെ അറ്റം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് വന്നതിപ്പോ ഈ പല്ലിന്റെ രൂപം ഇങ്ങനെയായി മാറി. സി, ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഒരിക്കലും നമുക്ക് ഈ പല്ല് റീപ്ലേസ്മെന്റ് ചെയ്തതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ഈ ഒരു പല്ലിന്റെ ഈ വശം നോക്കൂ, ഈ വശം നമ്മൾ മോൾഡ് എടുത്തേക്കാണ്. അത് ഈ ഒരു പല്ലിന്റെ ഷേപ്പും അതിന്റെ കനൈനിന്റെ ആംഗുലേഷനും നോക്കി ഈ പല്ല് നമുക്ക് മോൾഡ് ചെയ്തെടുത്തപ്പോൾ അതിന്റെ രൂപം ഒന്ന് ശ്രദ്ധിക്കൂ, ഇതുപോലെയായി ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇസ് ഇറ്റ് എഫക്റ്റീവ്? യെസ്, ഇറ്റ് ഈസ് എഫക്റ്റീവ്. അപ്പൊ ഇത് എത്ര കാലം നിൽക്കും? നമ്മൾ ജോയിന്റിന്റെ കറക്ഷനും ഫസ്റ്റ് റിങ്ങും നമ്മുടെ ഫോർത്ത് റിങ്ങും ബാലൻസ്ഡ് ആയിട്ടാണെങ്കിൽ ഇറ്റ് വിൽ ബി ലോങ് ലാസ്റ്റിംഗ്. നമുക്ക് ഏറ്റവും കോമ്പോസിറ്റ്, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എത്രയും എളുപ്പം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു പല്ല് നമുക്ക് ക്രൗൺ ചെയ്യാം. ഈ പല്ല് നമുക്ക് ക്രൗൺ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഷേപ്പ് ചെയ്യണം, അളവെടുക്കണം, ലബോറട്ടറിയിൽ വെക്കണം, ട്രയൽ ചെയ്യണം, ഷെയ്ഡ് മാച്ചിങ് ചെയ്യണം, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. 1-1.5 മണിക്കൂർ കാലത്തെ പ്രൊസീജിയേഴ്സിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ അതാണ് സ്മൈൽ ഡിസൈനിങ്ങിന്റെ പ്രത്യേകത. ഇനി അപ്പോ ഇതുപോലത്തെ വർക്ക് നമുക്ക് ഈ സ്മൈൽ ഡിസൈനിങ് ഇതപ്പോ എങ്ങനെ ചെയ്യുന്നു? ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് പ്രൊസീജിയേഴ്സ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. പേഷ്യൻസിന്റെ ഏജ് നോക്കണം, പേഷ്യൻസിന്റെ ഫേസിന്റെ രൂപം നോക്കണം, പേഷ്യൻസിന്റെ പല്ലിന്റെ കളർ നോക്കണം, ഹെറിഡിറ്ററി ഫാക്ടർ നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ, ആ പേഷ്യൻസിന്റെ കറക്റ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം നോക്കിയിട്ട് ഇൻഡിവിജ്വലി ടൂത്ത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി മറ്റു ചില കേസുകൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ ഇത് ഓൾറെഡി പൊട്ടിപ്പോയ പല്ലാണ്. എന്തോ ഫുഡ് കഴിച്ച് അതല്ലെങ്കിൽ ആക്സിഡന്റോ കാര്യങ്ങളോ ആയി കഴിഞ്ഞതിന് ശേഷം ഈ പല്ല് പൊട്ടിപ്പോയി. ആ പല്ല് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ഈ ഒരു രൂപത്തിലാക്കെടുക്കാൻ ജസ്റ്റ് ഫോർ 1 or 2 hours. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്മൈൽ ഡിസൈനിങ് ഇറ്റ് ഈസ് എ ടൈം ടേക്കിംഗ് പ്രൊസീജിയേഴ്സ്. കൂടുതൽ സമയമെടുക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് സ്മൈൽ ഡിസൈനിങ്. അതുകൊണ്ട് ഓരോ പേഷ്യൻസിനും ഓരോ ഇൻഡിവിജ്വൽ ടൈം വിത്തൗട്ട് എനി ഇൻറപ്റ്റൻസ്, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ, മറ്റ് ഇൻറപ്ഷൻസ് ഇല്ലാതെ we have to treat them, we have to do the procedures without any interruption. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് വളരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് പ്രൊസീഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. യു ക്യാൻ കോൺടാക്ട് മൈ ക്ലിനിക് ആൻഡ് യു ക്യാൻ അപ്പോയിൻറ്റ് യുവർ ഷെഡ്യൂൾ. എല്ലാ അവധി ദിവസങ്ങളും നിങ്ങളെ പ്രൊസീജിയേഴ്സിൻ്റെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഡിസൈനറുടെ ടൈമിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മളെ ക്ലിനിക്കിൽ നിന്ന് ഈ വർക്കുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. യെസ്, ഐ എം ഡോക്ടർ അലി അരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു ആൾ. താങ്ക് യു ഫോർ